നമുക്കപ്പോൾ സദാനന്ദനുണ്ട് കൊല്ലത്ത് നിന്നും. നമസ്കാരം സദാനന്ദൻ ചേട്ടാ. നമസ്കാരം. സദാനന്ദൻ ചേട്ടൻ എവിടെയാ? കൊല്ലത്ത് എവിടെയാ? സാറ് കൊല്ലം ശാസ്താംകോട്ട ശൂരനാട് സൗത്ത്. കക്കാക്കുന്ന്. അറിയാം. എന്ത് ചെയ്യുന്നു ചേട്ടൻ? ഇഞ്ചക്കാട് കക്കാക്കുന്ന്. സദാനന്ദൻ ചേട്ടൻ എന്ത് ചെയ്യുന്നു? ഞാൻ സാറേ ഈ പെയിന്റിംഗ് വർക്ക് ചെയ്യുന്നു സാർ. ഓക്കെ. പെയിന്റിംഗ് ആണ്? സ്പ്രേ പെയിന്റിംഗ് ആണോ അതോ ഇപ്പോഴും ബ്രഷ് കൊണ്ടാണ്? നമ്മുടെ വീടുകളുടെയൊക്കെ വർക്ക് ചെയ്യുന്ന ചെറിയ വർക്കറാ. വയനാട്ടിൽ പോയി പണി ചെയ്യാൻ ആഗ്രഹമുണ്ട് അല്ലേ സാറേ? എന്റെ ഈ സഹോദരങ്ങൾക്ക് വേണ്ടി എത്ര ദിവസം വേണമെങ്കിലും എന്റെ ശരീരം കൊണ്ട് എത്ര ദിവസം വേണമെന്നുണ്ടെങ്കിലും ഫ്രീ ആയിട്ട് ഞാൻ ചെയ്തു കൊടുക്കാം. വലിയൊരു കാര്യമാണ് സദാനന്ദൻ. നേരത്തെ വീടിൻ്റെ പണിയുടെ പടവ് കെട്ടിക്കൊടുക്കുന്ന, വീട് തേച്ചു കൊടുക്കുന്ന ഒരാൾ വിളിച്ചു, മരപ്പണി ചെയ്തു കൊടുക്കുന്ന ഒരാൾ വിളിച്ചു. ഇപ്പോൾ സദാനന്ദൻ ചേട്ടനെ പോലെയുള്ള ആളുകൾ പെയിൻറ് ചെയ്ത് കൊടുക്കുക, അവരുടെ ജീവിതത്തിൽ നിറം കൊണ്ടുവരാൻ ഞാൻ തയ്യാറാണെന്നാണ് പറയുന്നത് അല്ലേ? അതെ. സന്തോഷം സദാനന്ദൻ ചേട്ടാ. തീർച്ചയായിട്ടും സദാനന്ദൻ ചേട്ടൻ്റെ ഒക്കെ സേവനം അവിടെ ആവശ്യമുണ്ട്. ഞങ്ങൾ തീർച്ചയായിട്ടും സദാനന്ദൻ ചേട്ടൻ്റെ പേരും രേഖപ്പെടുത്തി വെക്കാം. കാരണം പല തലങ്ങളിൽ നിന്ന് സേവനം നമുക്ക് ആ നാടിന് ആവശ്യമുണ്ട്. സർക്കാരിനോടൊപ്പം നിന്നുകൊണ്ട് തന്നെ നമുക്ക് ആ പുനരധിവാസ പദ്ധതി നടപ്പിലാക്കാം. കേട്ടോ? താങ്ക് യു സദാനന്ദൻ ചേട്ടാ. താങ്ക് യു. അപ്പോൾ സദാനന്ദൻ ചേട്ടൻ പറഞ്ഞതുപോലെ എൻ്റെ അധ്വാനം അവർക്ക് വിട്ടുകൊടുക്കാം, മറ്റൊന്നും എൻ്റെ കൊടുക്കാനില്ല, പക്ഷേ എൻ്റെ അധ്വാനമുണ്ട്. അതൊക്കെ തന്നെയല്ലേ, അതിനെ എങ്ങനെയാണ് നമ്മൾ വിലമതിക്കുക? അതൊക്കെ നമ്മൾ കൊടുക്കുന്ന പണത്തിനേക്കാളൊക്കെ അധ്വാനമുള്ള ഒന്നാണ്. ആ മനസ്സും ആ അധ്വാനവും ഒരാൾക്ക് വേണ്ടി നിങ്ങൾ അധ്വാനിച്ച് കൊടുക്കുകയാണ്. അതാണല്ലോ നമ്മുടെ നാടിൻ്റെ കാഴ്ച. പണ്ടൊക്കെ നമ്മൾ കല്യാണത്തിന് ഇങ്ങനെ തലേ ദിവസം ഒരുമിച്ച് കൂടി ആഘോഷങ്ങളിൽ പങ്കാളികളായി നമ്മുടെ സേവനം കൊടുക്കുന്നത് പോലെ ഇതിപ്പോൾ ഒരു ദുരന്തത്തിലേക്കൊരു മനുഷ്യർ ഒരുമിച്ചെത്തുകയാണ്. ഞാനിപ്പോഴും പറയുന്ന വാക്കതാണ്. ഒരു തീർത്ഥാടനം പോലെ മനുഷ്യർ ദുരന്തമുഖത്തേക്ക് എത്തി സഹായം വാഗ്ദാനം ചെയ്യുകയും സന്നദ്ധ സംഘടനകളെത്തി തിരച്ചിൽ നടത്തുകയും ദുരന്ത നിവാരണത്തിൻ്റെ ഭാഗമാവുകയും ചെയ്യുന്നൊരു നാടായി നമ്മൾ മാറിയിരിക്കുന്നു. അതൊരു വലിയ സാമൂഹികമായിട്ടുള്ളൊരു കരുത്താണ്. ആ കരുത്ത് സർക്കാരിനുമേറെ ഗുണകരമായിട്ടുണ്ട്.